ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു 6 എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നു. ആ 6 എക്സ്പെരിമെൻറ്റിൻ്റെയും ശാസ്ത്രീയ വശം അടുത്ത വീഡിയോയിൽ പറയുമെന്ന് നാം പറഞ്ഞിരുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല, ബോൾട്ടുകൾ അടുക്കി വെക്കുന്ന ഒരു ഷോർട്ട് വീഡിയോയും നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ സീക്രട്ടും നമ്മൾ പറയുന്നുണ്ട്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. വെൽക്കം ടു കെംപിയോഫി. നിങ്ങൾക്ക് ഇവിടെ 3 പരീക്ഷണങ്ങൾ കാണാം. ഒന്നാമത്തെ പരീക്ഷണത്തിൽ തീയണയലോടുകൂടെ വെള്ളത്തെ ഗ്ലാസ് ഉള്ളിലോട്ട് വലിക്കുന്നു. രണ്ടാമത്തെ പരീക്ഷണത്തിലും തീയണയലോടുകൂടെ പ്ലേറ്റിനെ ഗ്ലാസ് ഉള്ളിലോട്ട് വലിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്ലേറ്റ് കുറച്ച് പരന്നതായതുകൊണ്ട് പ്ലേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. മൂന്നാമത്തെ പരീക്ഷണത്തിൽ തീ അണയലോട് കൂടെ തന്നെ ബലൂണിനെ ഗ്ലാസ് ഉള്ളിലോട്ട് വലിക്കുന്നു. നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ 3 പരീക്ഷണങ്ങളും ഒരേ റിസൾട്ടാണ് നമുക്ക് തരുന്നത്. വെള്ളത്തെയും ബലൂണിനെയും പ്ലേറ്റിനെയും വലിച്ചെടുക്കാൻ കെൽപ്പുള്ള എന്തോ ഒന്ന് ഗ്ലാസ്സിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് കാണാം. ഞാനായിട്ട് ഈ ഗ്ലാസ്സിലേക്കൊന്നും നിറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്ലാസ് ശൂന്യമാണെന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഗ്ലാസ് ശൂന്യമാണോ? അന്തരീക്ഷത്തിലെ വായു ഈ ഗ്ലാസ്സിൽ ഒളിഞ്ഞു കിടപ്പില്ലേ? ഇനി ഞാൻ ഈ ഗ്ലാസ് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വെച്ചെന്ന് വിചാരിച്ച് അതിനുള്ളിലെ വായു പുറത്തേക്ക് വരുമോ? ഒരിക്കലുമില്ല. പക്ഷേ ഞാൻ ഇതിനുള്ളിൽ ഒരു തീ കത്തിച്ചു വെച്ചാലോ? എന്തായിരിക്കും സംഭവിക്കുക? നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഓക്സിജൻ ഒരു കത്തുന്ന വാതകമാണ്. ഞാൻ ഈ ഗ്ലാസ്സിനുള്ളിൽ വെച്ച് ഒരു തീ കത്തിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിനുള്ളിലെ വായുവിൽ നിന്ന് ഓക്സിജൻ പൂർണ്ണമായും കത്തി നശിക്കും. ഓക്സിജൻ പൂർണ്ണമായും കത്തി നശിച്ചാൽ ഈ ഗ്ലാസിൻ്റെ പുറമേയുള്ള അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അന്തരീക്ഷമർദ്ദം തുലനം ചെയ്യാനാണ് ഈ സിസ്റ്റം ശ്രമിക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ ആ ഓക്സിജൻ വലിച്ചെടുക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി വെക്കുന്നത് വെള്ളവും ബലൂണും മറ്റുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഓക്സിജനെ വലിച്ചെടുക്കുന്നതോടൊപ്പം വെള്ളത്തെയും ബലൂണിനെയും വലിച്ചെടുക്കാൻ ഈ സിസ്റ്റത്തിനാവും. അതാണ് നമ്മൾ ഈ 3 പരീക്ഷണത്തിലും കണ്ടത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കുന്ന സമയത്ത് ആ ബോട്ടിലുള്ള എയർ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബലൂൺ വീർപ്പിക്കാൻ സാധിക്കാത്തത്. എന്നാൽ ആ ബോട്ടിൽ നമ്മളൊരു ഹോൾ ഇട്ടെടുത്തപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ബലൂൺ വീർപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും പരീക്ഷണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് ചെയ്തിരുന്നത്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ പോയി കാണണമെന്ന് അറിയിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഒരുപാട് രസകരമായ പരീക്ഷണങ്ങളും ഒരുപാട് രസകരമായ ചരിത്രങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി കണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും ചെയ്യണമെന്ന് അറിയിക്കുന്നു. എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.